എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 21, 22 വാക്യങ്ങൾ. മത്തായി 18-ന്റെ 21, 22 വാക്യങ്ങൾ. അപ്പോൾ പത്രോസ് അവൻ്റെ അടുക്കൽ വന്ന്, കർത്താവേ, സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം? 7 വട്ടം മതിയോ എന്ന് ചോദിച്ചു. യേശു അവനോട്, 7 വട്ടമല്ല, 70 വട്ടം എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ഇടർച്ച വരുത്തുന്ന ഒരു സഹോദരനെ നേടാൻ എപ്രകാരം ശ്രമിക്കണമെന്ന് 15-ാമത്തെ വാക്യം മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പത്രോസ് മറ്റൊരു ചോദ്യം ഉന്നയിക്കുന്നു. പാപം ചെയ്യുന്ന ഒരു സഹോദരനോട് എത്ര വട്ടം ക്ഷമിക്കണമെന്നാണ് റബിമാർ പറയുന്നത്. 3 വട്ടം എന്നാണ് അവരുടെ നിയമത്തിനധിഷ്ഠിതമായി പറഞ്ഞിട്ടുള്ളത്. പത്രോസ് അല്പം കൂടെ മുൻപോട്ട് കടന്നിട്ട് 7 പ്രാവശ്യമോ എന്ന് ചോദിക്കുന്നു. തെറ്റ് ക്ഷമിക്കണമെന്ന് പത്രോസ് സമ്മതിക്കുന്നത് വളരെ ആശ്വാസകരമാണ്. ക്ഷമിക്കണമെന്ന് കർത്താവ് പറഞ്ഞതിന് ശേഷമാണ് 7 പ്രാവശ്യമാണോ ക്ഷമിക്കേണ്ടതെന്ന് ചോദിക്കുന്നു. എത്ര പ്രാവശ്യം എന്നുള്ളതിലാണ് ഇപ്പോൾ സംശയം. ഈ ഉപദേശം 6-ാം അധ്യായത്തിൻ്റെ 14, 15 വാക്യങ്ങളിൽ കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട്. 7 പ്രാവശ്യമായാൽ ധാരാളമായി എന്നാണ് പത്രോസിൻ്റെ വിചാരം. ദിവസം 7 പ്രാവശ്യം എന്നുള്ള ചിന്ത ലൂക്കോസ് 17-ാം അധ്യായത്തിൽ ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. നീതിമാൻ 7 പ്രാവശ്യം വീണാലും എഴുന്നേൽക്കും എന്ന് സദൃശ്യവാക്യം 24-ാം അധ്യായത്തിലും പറഞ്ഞിട്ടുള്ളത് ഒരു പക്ഷെങ്കിൽ പത്രോസ് ഓർത്തിട്ടുണ്ടാവാം. പാപക്ഷമ സീമാതീതമാണെന്ന് കാണിക്കാൻ യേശു പറഞ്ഞത് 70 വട്ടം എന്നാണ്. സഹോദരൻ മാനസാന്തരപ്പെടാൻ അവനോട് ക്ഷമിക്കുക. ദിവസത്തിൽ 7 വട്ടം നിന്നോട് പിഴയ്ക്കുകയും 7 വട്ടം നിന്റെ അടുക്കൽ വന്ന് ഞാൻ മാനസാന്തരപ്പെടുന്നു എന്ന് പറയുകയും ചെയ്താൽ അവനോട് ക്ഷമിക്കുക. നമ്മുടെ പ്രാർത്ഥന സ്വാർത്ഥരഹിതമായിരിക്കണം. അപ്പോൾ ഉത്തരം ലഭിക്കും. പലപ്പോഴും പ്രാർത്ഥനയിൽ നമുക്ക് ലഭിക്കുന്ന ഉത്തരം നാം പ്രതീക്ഷിക്കുന്ന വിധത്തിലായിരിക്കയില്ല. ദൈവം തൻ്റെ ജ്ഞാനത്തിൽ ഏറ്റവും നന്മയായത് നമുക്ക് തരും. മനുഷ്യരെന്ന നിലയിൽ നമ്മുടെ മാനുഷിക ഹൃദയവും മാനുഷിക ഭീതിയും മാനുഷിക ആശകളും അഭിലാഷങ്ങളും നിമിത്തം നമ്മുടെ പ്രാർത്ഥനകൾ സ്വന്തം താല്പര്യങ്ങൾക്ക് കീഴ്പ്പെട്ടു പോകാറുണ്ട് എന്നതും വാസ്തവമാണ്. എന്നാൽ ദൈവം ഉത്തരമായി നൽകുന്നത് വിടുതലല്ല, വിജയമായിരിക്കും. മാനുഷികമായ നിലയിൽ നിന്നും നമ്മെ വിടുതൽ ചെയ്യാതെ നമുക്ക് ദുർഗ്രാഹ്യമായത് അവൻ പ്രദാനം ചെയ്യും. ഇതിൻ്റെ എല്ലാം ഏറ്റവും പറ്റിയ ദൃഷ്ടാന്തം ഗെത്സമനയിൽ കാണാൻ സാധിക്കുന്നു. തൻ്റെ ഏറ്റവും വിഷമമേറിയ രംഗത്ത് നിന്നുമുള്ള വിടുതലിനായി കർത്താവ് പ്രാർത്ഥിച്ചു. എന്നാൽ അത് അനുവദിക്കപ്പെട്ടില്ല. എന്നാൽ ആ രംഗം നേരിടുവാനുള്ള കരുത്ത് ലഭിക്കുന്നു. സഹിക്കാനും വിജയിക്കാനും നാം സ്വാർത്ഥരഹിതമായി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഉത്തരം പ്രദാനം ചെയ്യുന്നു. എന്നാൽ ഉത്തരം അവൻ്റേതാണ്, നമ്മുടെ അഭിപ്രായ പ്രകാരമുള്ളതായിരിക്കണമെന്നില്ല. 2 or 3 പേരുടെ ലോകദൃഷ്ടിയിൽ ഏറ്റവും നിസ്സാരം ദൈവത്തെ കൂടാതെയുള്ള പുരുഷാരത്തെക്കാൾ ദൈവസാന്നിധ്യമുള്ള ഏറ്റവും ചെറിയ കൂട്ടം കൂടുതൽ ഫലകരമാണ്, ബലവത്തുമാണ്. 2-3 പേർ ന്യായപ്രമാണം ധ്യാനിക്കുവാൻ ഒന്നിക്കുമ്പോൾ അവരുടെ മധ്യേ യഹോവയുണ്ടെന്ന് അല്ലെങ്കിൽ ദൈവതേജസ് ഉണ്ടെന്ന് യഹൂദന്മാരുടെ ഇടയിൽ ഒരു ചൊല്ലുണ്ടായിരുന്നു. കർത്താവ് ഒരിക്കലും ജനക്കൂട്ടത്തിൻ്റെ അടിമയല്ല. വിശ്വസ്ത ഹൃദയങ്ങൾ ചേരുന്നിടത്ത് അവൻ്റെ സാന്നിധ്യമുണ്ട്. അപ്പോൾ എത്ര വട്ടം ക്ഷമിക്കണം എന്നതിൻ്റെ ഉത്തരം
അതൊരു ഇൻഫിനിറ്റിയാണ്. ക്ഷമയ്ക്ക് അതിരില്ല എന്നാണ് 7 വട്ടം എന്ന സൂചന. അല്ലെങ്കിൽ 70നെ 7 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 490 ലഭിക്കും. അത് കഴിഞ്ഞ് ക്ഷമിക്കാതിരിക്കാമോ എന്നതായിരിക്കും അടുത്ത ചോദ്യം. എന്നാൽ ഇതൊരു സംഖ്യാശാസ്ത്രമല്ല. ഇൻഫിനിറ്റിയായി അതിരില്ലാതെ ക്ഷമിക്കണമെന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ മറ്റുള്ളവരോട് ക്ഷമിക്കാൻ ഉള്ള ഒരു ദൈവീക സ്വഭാവം നമുക്ക് ലഭിക്കട്ടെ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവെ, അവിടുന്ന് ഞങ്ങളോട് ക്ഷമിക്കുകയും ഞങ്ങളെ ചേർത്ത് നിർത്തുകയും ചെയ്തത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം. അവിടുന്ന് ഞങ്ങളോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ സഹോദരങ്ങളോട് ക്ഷമിക്കാനുള്ള കൃപയും ഒക്കെ ഞങ്ങൾക്ക് നൽകണമേ. ഇന്ന് പ്രഭാതം ആ ഒരു ചിന്ത ഞങ്ങൾക്ക് നൽകിയത് ഓർത്ത് സ്തോത്രം. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ആഗ്രഹപ്രകാരമല്ല, അവിടുത്തെ ഹിതപ്രകാരം ഉത്തരം നൽകുന്നത് ഓർത്തും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പരീക്ഷണങ്ങളിലും പ്രതിസന്ധികളിലും വിജയം നൽകാൻ കർത്താവ് കൂടെയുള്ളത് കൊണ്ടും ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് പകൽക്കാലം മറ്റുള്ളവരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ അളവറ്റ സ്നേഹവും ക്ഷമയും കരുണയും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.